ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ പുതിയൊരു വലിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാബ് അൽ മന്ദേബ് ഈ കടലെടുക്ക് ഹൂതി വിമതർ അടയ്ക്കുമെന്ന് പറഞ്ഞു. അവരതിപ്പോൾ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും കപ്പലുകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഇവർ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരേണ്ട 2 കപ്പലുകൾ അവിടുന്ന് യൂട്ടേൺ അടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ധരെല്ലാം പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സൗദി അറേബ്യയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് പുറത്തു വന്നിരിക്കുന്നത്, അമേരിക്കയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് പുറത്തു വന്നിരിക്കുന്നത്, സൗദി അറേബ്യയുമായി ഒരു യുറേനിയം സമ്പുഷ്ടീകരണ കരാർ, ഒരു ആണവ കരാർ അമേരിക്ക ഒപ്പിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ശത്രുവുമായി സൗദി അറേബ്യ കൈകോർക്കുന്നു, അമേരിക്ക കൈകോർക്കുന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ ഇത് അടിച്ചത്. പിന്നെ പ്രധാനമായിട്ടും US ഇറാനെ കഴിഞ്ഞ 11-ാം ദിവസം രാത്രിയും വലിയ ആക്രമണമാണ് അവിടെ നടത്തിയത്. പോരാത്തതിന് ഇതിന്റെ ഒരു പ്രതികാരമായിട്ട് കുവൈറ്റിലെ ജലപ്ലാന്റ് ഇറാൻ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ കുവൈറ്റിൽ വലിയ രീതിയിൽ ജലക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അവിടെയുള്ള ജനങ്ങൾ ഭയപ്പെടുന്നു. ആമസോൺ ഡാറ്റാ സെന്ററിനും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പൊ നാൾക്ക് നാൾ ചെല്ലുമ്പോൾ ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതല്ലാതെ സമാധാനത്തിന്റെ യാതൊരുവിധ ലാഞ്ചനകളോ യാതൊരുവിധ ഒരു സൂചനകളോ ഇതിനകത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിൽ സമാധാനം എങ്ങനെയാണ് സാധ്യമാക്കാനായിട്ട് പറ്റുക? പാകിസ്ഥാൻ എന്തായാലും തേഞ്ഞൊട്ടിപ്പോയി. ഇതിൽ സമാധാനമൊന്നും പറ്റില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായി. കാരണം അവർക്ക് സ്വന്തമായിട്ട് സമാധാനമില്ല. കഴിഞ്ഞ ദിവസം കാനഡയുടെ മുമ്പിൽ ചെന്നിട്ട് സിന്ധു നദീ ജലം ഇന്ത്യ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കാനഡ ഓടടാന്ന് പറഞ്ഞു. അതാണ് കാനഡ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സമാധാനം അകലെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എങ്ങനെ ഇത് നമ്മൾ മുന്നോട്ട് പോകും, ഈ യുദ്ധം തീർക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഈ ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക പോകും? രണ്ടുപേരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനകത്ത് എനിക്ക് ഇച്ചിരി രസകരമായിട്ട് തോന്നുന്നു, ഇപ്പം അമേരിക്ക സൗദി അറേബ്യയായിട്ട് ഈ ആണവ കരാറിന് രൂപം കൊടുക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ പാകിസ്ഥാൻ ആരായി എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. കാരണം ഈ അറബ് നാറ്റോ ചെന്നപ്പം ഞങ്ങൾ ആണവ രാജ്യമാണെന്നും പറഞ്ഞിട്ടാണ് സൗദിയുമായിട്ട് ചേർന്നിട്ട് അറബ് നാറ്റോ രൂപീകരിക്കാൻ ചെന്നത്. ഇപ്പം ഈ സൗദിയെ തന്നെ ആണവ രാജ്യമാക്കി മാറ്റാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പൊ പിന്നെ പാകിസ്ഥാന് വലിയ റോളൊന്നും ഇല്ല. പ്രശ്നം അതല്ല, 95,000 കോടി രൂപ കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉടായ്പ കൊണ്ട് അവിടെ ചെന്നത്. ഇവരെ അവർ കൊടുത്തിട്ടില്ല പൈസ. ഇനി അത് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പ്രശ്നം. ഏതായാലും ഇതിപ്പോ വലിയ രീതിയിൽ തന്നെ, പക്ഷേ ഈ ധനുഷ് പറഞ്ഞ ഈ 2 ഷിപ്പുകൾ വീണ്ടും ഇന്ത്യയുടെ തീരത്തേക്ക്, ഇന്ത്യൻ സമുദ്രാതിർത്തിയിലേക്ക് വരുന്നു എന്നാണ് ഈ റോയിട്ടേഴ്സിന്റെ ഷിപ്പിംഗ് ഡാറ്റ പ്രകാരം അവരിപ്പോൾ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 7 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റോഡോസ് എന്ന് പറയുന്ന ഒരു ടാങ്കറാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമാക്കി വരുന്നു. മറ്റൊരെണ്ണം അവര് ഈ പറയുന്ന ചൈന ലക്ഷ്യമാക്കി വരുന്നു. 3 ടാങ്കറുകളാണ് പുറപ്പെട്ടത്. അതിനകത്ത് ഒന്ന് റൂട്ട് മാറി പോയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അതായത് ഈ ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്ന ആ ഒരു റൂട്ട് ഒഴിവാക്കിക്കൊണ്ട് അവർ സൂയസ് കനാല് വഴി, മെഡിറ്ററേനിയൻ കടൽ വഴി ആഫ്രിക്കനിലേക്ക് പോവുകയാണ്. മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്ക് കടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഈ സൗദിയുടെ തുറമുഖങ്ങളിൽ എണ്ണ ഫില്ലിംഗ് നടക്കുന്നുണ്ട്. ഷിപ്പുകൾ, എണ്ണ ടാങ്കർ വന്നിട്ട് ഷിപ്പിംഗിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഹൂത്തികൾ ഇപ്പോൾ ആ ഒരു റൂട്ട് അടച്ചിട്ടുണ്ട്. അത് എങ്ങനെ പോകുമെന്നറിയില്ല. ഇതിനിടയ്ക്ക് IMFന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ GDP 6.5-ൽ നിന്ന് 6.4-ലേക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് അത് കുറയാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ഉത്സവ അന്തരീക്ഷമോ ഇല്ലെങ്കിൽ വിപണി ചലിക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. കാരണം പലയിടത്തും മൺസൂണും മറ്റുമൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടൈം നോക്കിയിട്ടാണല്ലോ പക്ഷേ എല്ലാ കാലവും ഈ കർഷക സമരം വരുന്ന ടൈം നോക്കിയാൽ മതി. അപ്പം മൊത്തത്തിൽ എല്ലാവരും ചുമ്മാതിരിക്കുന്ന ഒരു സമയമായി കർഷക സമരം വരുന്നത്. ചൊറുകുത്തി കർഷകർക്കൊക്കെ പ്രത്യേകിച്ച് പണിയൊന്നും കാണില്ല. കാരണം വിളവെടുപ്പ് കഴിഞ്ഞു, അടുത്ത വിളവിറക്കുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പിനാണ് ഇവർ ഈ ഡൽഹിക്ക് വരുന്നത്. അപ്പം ആ ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഒക്കെ ഈ പ്രക്ഷോഭത്തിന് എത്താനുള്ള ആളുകൾ കൂടുതൽ എത്തിക്കുന്നതും അങ്ങനെയാണ്. ഈ ടൈം നോക്കിയാണ് അവർ എത്തിക്കുന്നത്. ഈ ടൈം ആകുമ്പോൾ പ്രത്യേകിച്ച് കൃഷിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ആ ആൾക്കാർ കൂലിക്കെടുത്തിട്ട് വരാൻ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി GDPയുടെ റേറ്റ് കുറയാനും ഒരു സാഹചര്യം. പക്ഷേ ഇറാനും അമേരിക്കൻ ധനുഷ് പറഞ്ഞതുപോലെ അമ്പിലും ബില്ലിലും അടുക്കാത്ത സാഹചര്യം. ട്രംപ് ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ്. പക്ഷെ അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. ഈ ആണവ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരടക്കം ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ആണവായുധം എന്ന്. പക്ഷെ ആണവായുധവുമായിട്ട് അതിന് ബന്ധമില്ല. ആണവ ഊർജ്ജം നമ്മുടെ രാജ്യത്തും കൂടംകുളം അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളുണ്ട്, ആണവ ഊർജ്ജ നിലയങ്ങളുണ്ട്. ഈ ആണവ ഊർജ്ജം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഊർജ്ജാവശ്യത്തിനാണ്. ആണവായുധം ഉണ്ടാക്കാൻ ഇത്രയും വലിയ പ്ലാന്റ് രാജ്യം മുഴുവൻ സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ വൈദ്യുതി അടക്കമുള്ള നമ്മുടെ ഊർജ്ജാവശ്യത്തിനാണ് അതുള്ളത്. അപ്പം ഇറാനിലുള്ള ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ റഷ്യയുടെ സഹായത്തോടാണ് ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ. റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ട് അതില്, ഞങ്ങളുടെ തൊഴിലാളികളാണ് അതിനകത്തുള്ളത്, റഷ്യൻസ് ആണുള്ളത്, നിങ്ങൾ അതിൽ ആക്രമിക്കരുത്. കാരണം
ഞങ്ങൾ അത് പണിത് ഇവിടെ റഷ്യൻ ജീവനക്കാരുണ്ടായിരുന്നല്ലോ ഇവിടെ, അവരുടെ പദ്ധതി വരുമ്പോൾ അവർ വന്ന് ഫുൾ സ്വിംഗ് ആക്കിയിട്ടാണ് നമ്മുടെ ഫുൾ ഫ്ലഡ്ജിലേക്ക് എത്തുമ്പോഴാണ് നമ്മളേക്ക് അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ റഷ്യയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ മാത്രവുമല്ല, ഇറാനെ സംബന്ധിച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് വലിയ ഒരു പ്രതികാരത്തിന് കാരണമാകും. കാരണം ഒരു ആണവ കേന്ദ്രം ഒരു രാജ്യത്ത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല, അതിന് വലിയ മുതൽ മുടക്കുകൾ ആവശ്യമുണ്ട്. കാരണം അവരുടെ ഒരു പണം ഉപയോഗിച്ച് അവരുടെ രാജ്യത്തെ ഊർജ്ജ സ്രോതസ്സിന് വേണ്ടി കെട്ടിപ്പൊക്കിയ ഒരു സാധനമാണ്. ഇതെല്ലാം മുമ്പ് ഈ ഒന്നാം ഘട്ടം ഫെബ്രുവരി 26-നും 27-നും ജനീവയിൽ നടന്ന ചർച്ചയിൽ ഈ ഇറാൻ ഇതെല്ലാം അംഗീകരിച്ചതാണ്. നിങ്ങൾ വരൂ, ഞങ്ങളുടെ ആണവ കേന്ദ്രത്തിൽ നിങ്ങൾ പരിശോധന നടത്തൂ, ഞങ്ങളത് അനുവദിക്കാം, നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ആണവ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു തരൂ എന്നെല്ലാം അവർ പറഞ്ഞിരുന്നിടത്തുനിന്നാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചു, കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഒരു പുതിയ രീതി എല്ലാവരും പറയുന്നത് ഈ കാർഗെ ദ്വീപ് പിടിച്ചെടുക്കുക. കാർഗെ ദ്വീപ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ച് ഒരു വിജയം ആഘോഷിക്കാൻ പറ്റും. ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ വിതരണ കേന്ദ്രമായ കാർഗെ ദ്വീപ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു ഹീറോ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അവരുടെ പാർട്ടിക്കാർ പുള്ളി കരുതുന്നു. അങ്ങനെയുള്ള അത് പിടിക്കും. പക്ഷെ അത് പിടിച്ചെടുത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇറാൻ അടങ്ങിയിരിക്കും. അവരുടെ ഒരു പ്രദേശം പിടിച്ചെടുത്ത് അവരുടെ ഒരു തരിമണ്ണ് പോവുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. കാരണം ഇത് GCC രാജ്യങ്ങളെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ കൂടെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ സംഘർഷം ഇപ്പോൾ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ 10 ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈനയും മറ്റു ചില GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെയാണ് ധനുഷ് പറഞ്ഞ അമ്പിലും ബില്ലിലും അടുക്കാതെ നിൽക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് നമുക്കൊരു ഇച്ചിരി സന്തോഷം തരുന്നൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്നലെ ഇറാന്റെ ചില മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്, പാകിസ്ഥാനിൽ. കാരണം പാകിസ്ഥാൻ വഴിയാണ് ഈ സന്ദേശം അമേരിക്കയ്ക്ക് കൈമാറുന്നത്, എന്താണ് ഞങ്ങളുടെ പുതിയ ഡിമാൻഡ് എന്ന്. പക്ഷെ ആ ഡിമാൻഡിലെങ്ങാനും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നാൽ, കാരണം ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്ത വരുന്നത് JD വാൻസ് ഇപ്പൊ പറഞ്ഞതായിട്ട് ചില വാർത്തകൾ പുറത്തു വരുന്നു. ഇസ്രയേൽ ട്രംപിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവാദം ഇപ്പൊ കത്തുന്നുണ്ട്. അതായത് ഇസ്രയേലും അമേരിക്കയും തമ്മിലൊരു വിവാദം കത്തുന്നുണ്ട്. അതിനിടയിൽ ഈ ഹൂത്തികൾക്ക് നേരെ ഇസ്രയേലിനെ രംഗത്തിറക്കിക്കൊണ്ട് പുതിയൊരു യുദ്ധമുഖം ഇസ്രയേൽ തുറക്കുമെന്ന് സൗദി കരുതുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെങ്കടൽ വഴിയുള്ള എല്ലാം ബ്ലോക്ക് ആകാനുള്ള സാധ്യതകളാണ് കൂടുതൽ നിൽക്കുന്നത്. അങ്ങനെ ലോകം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വാർത്തകളിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ഇനിയിപ്പോ യുദ്ധത്തിന്റെ ഒരു ഗതി മാറുമോ അതോ ഒരു ശാന്തതയിലേക്ക് പോകുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ ഈ ഇറാന്റെ യുദ്ധം ഒരു വലിയ വാർത്തയല്ലാതായി മാറി. നമുക്കറിയാം ഏത് യുദ്ധം തുടങ്ങുമ്പോഴും തുടങ്ങുന്ന സമയത്തുള്ള ആവേശം ഇത് കണ്ടിരിക്കുന്നവർക്ക് കാണത്തില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ പോകും. കാരണം അവർക്ക് ഇത് കാണാൻ താല്പര്യമില്ല, ലേറ്റസ്റ്റ് കാണാൻ അവർക്ക് താല്പര്യം. പക്ഷെ നമ്മളിത് ഏറ്റുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രവാസികൾ, നമ്മുടെ 1 കോടിയിൽ പരം പ്രവാസികളാണ് GCC കൺട്രീസിലുള്ളത്. കാരണം ഒരുപാട് പ്രവാസികളും കൂടെ നമ്മുടെ ഈ വാർത്തകളും മറ്റുമൊക്കെ കാണുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത നമുക്ക് വിട്ടുകളയാൻ കഴിയുന്നതല്ല. കാരണം നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. ഇസ്രായേൽ വാർ നടക്കുമ്പോഴായാലും റഷ്യ ഉക്രൈൻ വാർ നടക്കുമ്പോഴും ആദ്യം തുടക്കത്തിൽ കുറച്ച് പേര് കാണും, പിന്നെ ഇതിന് മടുപ്പുണ്ടാകും. അത് നമുക്കത് മടുപ്പ് വരും. പക്ഷെ ആ യുദ്ധത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കാരണം ഉറ്റവരും ഉടവരും ഇല്ലാതായി ഇനി എന്താണ് മുമ്പോട്ടുള്ള ജീവിതമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പേരാണ് ഓരോ യുദ്ധഭൂമിയിലും ഓരോ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥം.